പുതിയ അധ്യയന വർഷത്തിന് എന്തായാലും തുടക്കം കുറിക്കുകയാണ്. എന്തായാലും വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളോടിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ തന്നെയാണ് ചേരുന്നത്. മിനിസ്റ്റർ, പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. എങ്ങനെയാണ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ കുട്ടികളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുട്ടികളുടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ 40 ലക്ഷത്തിൽ പരം വരുന്ന കുട്ടികളുടെ ഒരു പ്രധാന ദിവസമാണ് അവരുടെ ജീവിതത്തിൽ. 3 ലക്ഷത്തിൽ പരം വരുന്ന നവാഗതർ, കുരുന്നുകളായ നമ്മുടെ കുഞ്ഞുമക്കൾ. അപ്പോൾ അവരുൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ കാലങ്ങളിലും എന്ന പോലെ ഇത്തവണയും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടത്തി. ഞങ്ങൾക്ക് കിട്ടിയ ഒരു കണക്ക് പ്രകാരം എല്ലാ സ്കൂളുകളിലും എല്ലാ പുസ്തകവും എത്തി. അതുപോലെ യൂണിഫോം വിതരണവും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. മിനിസ്റ്റർ നോക്കുമ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് ഇത്തരത്തിൽ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷമുള്ളൊരു ആദ്യ പ്രവേശനോത്സവമാണ്. അത് വ്യക്തിപരമായി എങ്ങനെ കാണുന്നു? നമ്മളുടെ ആദ്യ സ്കൂൾ ദിനം അതെല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് ഇത്തരം സന്ദർഭങ്ങളിൽ വീണ്ടും ഓർമ്മയിൽ വരുമല്ലോ. എന്നെ വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുപോയാക്കിയതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും, ഒട്ടുമിക്ക കുട്ടികളും കരച്ചിലും ബഹളവും തിരിച്ചു പോകാൻ കൊണ്ടുവന്നാക്കുന്ന രക്ഷിതാവിൻ്റെ കൂടെ തന്നെ തിരിച്ചു ഓടുന്ന ഒരു ചിത്രം ഇങ്ങനെ അത്ര വളരെ ക്ലിയർ അല്ലെങ്കിലും ഒരു അവ്യക്തമായ ചിത്രം മനസ്സിലുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതിനെ തുടർന്ന് ഇന്ന് സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യമാണ്. അത് എത്ര കണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അത് കഴിഞ്ഞ കാലത്തുള്ള 2 സർക്കുലറുകളിലെ അവ്യക്തതയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഇമാർ കൊടുക്കുന്നതിലുണ്ടായത്. അത് ഞങ്ങൾ പരിശോധിച്ചു. അതിന് പ്രത്യേകമായ യോഗം ചേർന്നു. അതിൽ അവർ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ എഇമാർ സിവിൽ എഇമാരാണ്, സിവിൽ എഞ്ചിനീയർമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഒരു കോളം ഈ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ വെക്കേഷന് മുമ്പ് തുറന്ന് പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ PTA പ്രസിഡന്റും HM കൂടി പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രയാസങ്ങളൊന്നും ആ കാര്യത്തിലില്ലെങ്കിൽ സ്കൂൾ തുറക്കാം. ഉണ്ടെങ്കിൽ ആ ക്ലാസ് മുറി തുറക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആ ബിൽഡിങ് തുറക്കേണ്ടതില്ല. മറ്റെല്ലാ സ്കൂളുകളും 1 മാസത്തിനുള്ളിൽ ഒരു അപ്രൂവ്ഡ് വയർമാനിൽ നിന്ന് ഇത് പരിശോധിപ്പിച്ച് ഒരു അണ്ടർടേക്കിംഗ് വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ ആ ഇഷ്യൂ അങ്ങനെ ഞങ്ങളൊരു 4, 5, 6 ദിവസം മുമ്പ് ഇഷ്യൂ തീർത്തതാണ്. കുട്ടികൾക്കൊരു നല്ലൊരു അധ്യയന വർഷം തന്നെ ആയിരിക്കും. തീർച്ചയായും അങ്ങനെ ആവണം. ഞാൻ പറഞ്ഞില്ലേ, വളരെ പീസ്ഫുള്ളായ ഒരു അധ്യയന വർഷം, ഒരു പുരോഗതിയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു അധ്യയന വർഷമാകണം ഈ 2026-27 എന്നാണ് വകുപ്പിൻ്റെ ചുമതലയുള്ള ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം,